ഹായ് എല്ലാവർക്കും നമസ്കാരം. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ അയ്യോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നല്ല, യെസ് ഇത് ഞാൻ പഠിച്ചതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ അടുത്ത 5 മിനിറ്റ് ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ഫെബ്രുവരി 2026 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ സ്വന്തം കേരളത്തിലെ വിശേഷങ്ങൾ അറിയും. അവിടുന്ന് ഒരു ഓൾ ഇന്ത്യ ടൂർ, പിന്നൊരു വേൾഡ് ട്രിപ്പ്, തിരികെ വന്ന സ്പോർട്സിലും അവാർഡ്സിലും ഒന്ന് ടച്ച് ചെയ്യും. അവസാനം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയാൻ ഒരു മിന്നൽ പരീക്ഷ. കണ്ടില്ലേ, കേരളത്തിൽ നിന്ന് തുടങ്ങി ലോകം കറങ്ങി തിരികെ വരുന്നു. ഓർത്തുവെക്കാൻ എന്തെളുപ്പമാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഈയിടെയായി പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു സ്റ്റാർ ഇട്ടുവെച്ചോളൂ. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. സ്വന്തമായി ഒരു നഗരനയം, അതായത് ഒരു ഏർബൻ പോളിസി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇനിയൊരു സംശയവും വേണ്ട, അത് നമ്മുടെ കേരളമാണ്. വിഷൻ 2050 എന്ന പേരിലാണിത് വരുന്നത്. ലക്ഷ്യമെന്താണെന്നോ? കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല കിടിലൻ നഗരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ചോദ്യം വരും, ഇന്ത്യാസ് ഫസ്റ്റ് സ്റ്റേറ്റ് വിത്ത് ആൻ ഏർബൻ പോളിസി? ഉത്തരം കണ്ണുമടച്ചെഴുതാം, കേരളം. അടുത്ത പോളിസിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ഗ്രാഫീൻ എന്താ സംഭവമെന്ന് നോക്കാം. ഇതൊരു മാന്ത്രിക ഷീറ്റാണെന്ന് വിചാരിച്ചോ? ഒരു ആറ്റത്തിന്റെ കനം മാത്രം, പക്ഷേ ശക്തിയോ സ്റ്റീലിന്റെ 100 ഇരട്ടി. സങ്കൽപ്പിച്ചു നോക്കിക്കേ, ഒരു അത്ഭുത മെറ്റീരിയൽ. ഇതിനെയാണ് ശാസ്ത്രലോകം ഗ്രാഫീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുത വസ്തുവിനു വേണ്ടി ഒരു പോളിസി കൊണ്ടുവന്നതിലും നമ്മൾ മലയാളികൾ തന്നെയാ ഫസ്റ്റ്. ഗ്രാഫീനിന്റെ ഗവേഷണത്തിനും ഉൽപ്പാദനത്തിനും വേണ്ടി ഒരു നയം കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെ. ഇതിന്റെ ഭാഗമായി ഒരു ഗ്രാഫീൻ ഇൻഡസ്ട്രിയൽ പാർക്കും വരുന്നുണ്ട്. സ്ഥലം മറന്നുപോകരുത്. എവിടെയാണ്? പാലക്കാട്. റിപ്പീറ്റ് ചെയ്യുന്നു, പാലക്കാട്. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരോർക്കാൻ ഒരു സൂപ്പർ ട്രിക്കുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ലൈറിയോതെമിസ് കേരളൻസിസ്. കണ്ടോ, ആ പേരിന്റെ വാലത്ത് തന്നെ ഒരു കേരള ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെങ്ങനെ മറക്കാനാണ്? അടുത്തത് ഒരു നമ്പർ. പരീക്ഷകൾക്ക് ഈ നമ്പറുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ? കേരളത്തിലൂടെ പോകുന്ന പുതിയ ദേശീയപാത NH65ന്റെ ആകെ നീളം എത്രയാ? 702 കിലോമീറ്റർ. ഈ നമ്പർ മനസ്സിലങ്ങ് ലോക്ക് ചെയ്തേക്കൂ. ഒരു മാർക്ക് ചിലപ്പോൾ ഇതിലായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വേറെ 2 കുഞ്ഞു കാര്യങ്ങൾ കൂടി. ഒന്ന്, സദ്ഗൃഹി സുരക്ഷാ പദ്ധതി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ഒരു സുരക്ഷാ പദ്ധതിയാണ്. പിന്നെ ഒരു സയൻസ് അപ്ഡേറ്റ്. കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു പേറ്റന്റ് കിട്ടി. ഒരൊറ്റ നാനോ മെറ്റീരിയൽ വെച്ച് പല കളറിലുള്ള ലൈറ്റ് ഉണ്ടാക്കാൻ. സംഭവം കിടുക്കിയല്ലേ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് വണ്ടി നേരെ നോർത്തിലേക്ക് വിട്ടാലോ. ദേശീയ തലത്തിലെ എന്തൊക്കെയാണ് ചൂടുള്ള വാർത്തകളെന്ന് നോക്കാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പേര് ഗ്യാനേഷ് കുമാർ. പക്ഷേ പേര് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. എത്രാമത്തെ ആളാണ് എന്നുള്ള ആ നമ്പർ 26, അത് ആ പേരിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെ ഓർക്കണം? ഗ്യാനേഷ് കുമാർ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. മറക്കരുത്. ഇനി നിയമം പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ്. നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡ്, നമ്മളെല്ലാം IPC എന്ന് വിളിക്കുന്ന സാധനം, അത് ചരിത്രമായി. പകരം പുതിയ നിയമം വന്നു, ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS. അപ്പോൾ പഴയ IPC വെച്ചുള്ള കളിയൊക്കെ നിർത്തി ഇനി BNSലേക്ക് അപ്ഡേറ്റ് ആയിക്കൊള്ളണം കേട്ടോ. അടുത്തത് ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ പ്രകൃതിയെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു വാർത്ത. എവിടെ നിന്നാണെന്നോ? മധ്യപ്രദേശിലെ കൂനോ നാഷണൽ പാർക്കിൽ നിന്ന്. അതെ, കുനോയിൽ 3 ചീറ്റപ്പുലി കുഞ്ഞുങ്ങൾ കൂടി പിറന്നു. അതോടെ ഇന്ത്യയിലെ മൊത്തം ചീറ്റകളുടെ എണ്ണം എത്രയായി? 38. ഈ നമ്പർ ഓർത്തുവെച്ചോളൂ, 38. ഇനി ഒരു അന്താരാഷ്ട്ര വിസിറ്റ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നു. ഇതിൽ 3 കാര്യങ്ങൾ ഓർക്കണം. 1, വന്നതാര്? മാക്രോൺ. 2, എപ്പോൾ? ഫെബ്രുവരി 2026. 3, ഏറ്റവും പ്രധാനം, എന്തായിരുന്നു ഔട്ട്കം? ഇന്ത്യയുമായി 21 കരാറുകളിൽ ഒപ്പുവെച്ചു. ആ 21 എന്ന നമ്പർ പ്രധാനമാണ്. അടുത്തത് ഭാരത് വിസ്ഥാൻ. എന്താണിത്? സിമ്പിളായിട്ട് പറയാം, നമ്മുടെ കർഷകർക്ക് വേണ്ടി അവരുടെ സ്വന്തം ഭാഷയിൽ കൃഷിയെപ്പറ്റിയുള്ള എന്തു വിവരവും കൊടുക്കുന്ന ഒരു AI പോർട്ടൽ. ഒരു സംശയം വന്നാൽ ഫോൺ എടുത്തതിൽ ചോദിച്ചാൽ മതി, ഉത്തരം സ്വന്തം ഭാഷയിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ഗൂഗിൾ. കൃഷിമന്ത്രിയാണിത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ കേരളം കറങ്ങി, ഇന്ത്യ മൊത്തം കറങ്ങി. ഇനി കുറച്ചുനേരം ലോകവേദിയിലേക്ക് പോയാലോ?
ഗ്ലോബൽ തലത്തിൽ ഇന്ത്യയുടെ റോൾ എന്താണെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഒരു ഗ്ലോബൽ AI സമ്മിറ്റ് നടന്നു. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അതെന്താണെന്നാൽ അവിടെ വെച്ച് ഡൽഹി ഡിക്ലറേഷൻ അഥവാ ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. AIയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് സാരം. ബ്രിക്സ് 2026 ആദ്യത്തെ ബ്രിക്സ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ഈ ഷെർപ്പാന്ന് കേൾക്കുമ്പോൾ ഹിമാലയത്തിലെ ഗൈഡിനെ ഓർമ്മ വരും. പക്ഷേ ഇതല്ലാട്ടോ. വലിയ ഇന്റർനാഷണൽ മീറ്റിംഗുകളിൽ രാജ്യത്തലവന്മാർക്ക് വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഷെർപ്പാന്ന് പറയുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാലോ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. കൂടെ ഇപ്പോൾ പുതിയ മെമ്പേഴ്സും ഉണ്ട്. അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് ഒരു നിയമനം. ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ട് സനെ തകായിച്ചി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പേര് ഓർമ്മയിൽ വയ്ക്കുക, സനെ തകായിച്ചി, ജപ്പാൻ. ഓക്കെ, സീരിയസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് എനർജി കൂട്ടാം. സ്പോർട്സിലേക്കും അവാർഡ്സിലേക്കും ഒരു ഫാസ്റ്റ് റൗണ്ട് പോയാലോ? ഈ നമ്പർ കണ്ടോ, 19. ഇത് വെറുമൊരു സംഖ്യയല്ല. T20 വേൾഡ് കപ്പിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ യുവരാജ് ശർമ്മ. അദ്ദേഹത്തിന്റെ വയസ്സാണ് 19. കാനഡയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 19 വയസ്സിൽ ഒരു വേൾഡ് റെക്കോർഡ്. ഇതൊരു ഗംഭീര അംഗീകാരമാണ്. ബയോഫാക് എന്താണിത്? ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് പ്രോഡക്ട്സിന്റെ ഒരു മേളയാണ്. ജർമ്മനിയിലാണ് നടന്നത്. അവിടെ കൺട്രി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്നോ? നമ്മുടെ ഇന്ത്യയെ. ഓർഗാനിക് ഫാമിംഗിൽ നമ്മളൊരു സംഭവം തന്നെയാണെന്ന് ലോകം സമ്മതിച്ചു. അപ്പോൾ നമ്മൾ കേരളം തൊട്ട് ജർമ്മനി വരെ ഒന്ന് കറങ്ങി വന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു. എല്ലാം ഓർമ്മയുണ്ടോ? ഞാനൊരു ട്യൂഷൻ സാറിനെ പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. റെഡിയല്ലേ? മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? ടിക് ടിക്. ജ്ഞാനേഷ് കുമാർ. ശരിയല്ലേ? അടുത്തത്, ഇന്ത്യയിലെ ചീറ്റകളുടെ ലേറ്റസ്റ്റ് കൗണ്ട് എത്രയാ? 38. കിട്ടിയോ? മൂന്നാമത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് അർബൻ പോളിസി കൊണ്ടുവന്ന സ്റ്റേറ്റ്? നമ്മുടെ സ്വന്തം കേരളം. ലാസ്റ്റ് വൺ, കർഷകർക്ക് വേണ്ടിയുള്ള AI പോർട്ടലിന്റെ പേര്? ഭാരത് വിസ്താൻ. എല്ലാം ശരിയാക്കിയവർക്ക് എൻ്റെ വക ഒരു കയ്യടി. ഓർക്കുക, ഇതിൽ ഒരു പോയിന്റ് മതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം മാറ്റാൻ. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. നന്നായി പഠിക്കൂ.